പോയി കൈ കൈ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. അങ്ങനെ ഉപ്പുമുളകിൻ്റെ പുതിയ പ്രമേയം എത്തിയിരിക്കുകയാണ്. നല്ലൊരു സൂപ്പർ പ്രമേയമാണ് കണ്ടിട്ട് തോന്നുന്നത്. നല്ല അടിപൊളി പ്രമേയം എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് കേട്ടോ. പ്രമേയം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലച്ചുവും കേശുവും കൂടി വെളിയിലെവിടെയോ പോയിട്ട് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ലച്ചുവിൻ്റെ കയ്യിൽ പ്ലാസ്റ്ററൊക്കെ ഉണ്ട്. അപ്പോൾ കേശു പറയുന്നത് ലച്ചു വീണ് കൈയൊടിഞ്ഞാണെന്നാണ് പറയുന്നത്. ഇത് കണ്ട് ഭവാനിയമ്മയും സിദ്ധു എല്ലാം കൂടി ഓടിപ്പിടിച്ച് വരുന്നുണ്ട്. പിന്നെ ഭവാനിയമ്മ പറയും, എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് ചെയ്തു തരാമെന്നൊക്കെ പറയും. അപ്പോൾ സിദ്ധു ഇടയ്ക്ക് കയറി വന്ന് പറയും, അതൊന്നും പറ്റില്ല, എൻ്റെ ലച്ചുവിനെ ഞാൻ തന്നെ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് സിദ്ധു ഭയങ്കര കെയറിങ്ങൊക്കെയാണ്. ആഹാരങ്ങളൊക്കെ എടുത്ത് വായി വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ആകപ്പാട് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് ലച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്ന സീനിൽ സിദ്ധു ലച്ചുവിനെ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ലച്ചു വിളി കേട്ടുകൊണ്ട് ഓടി വരുവാണ്. അപ്പം താണ്ടട കിടക്കുന്ന സിദ്ധു ഒരു ഫ്ലവർ എടുത്തിട്ട് ഒറ്റ എയർ വെച്ച് കൊടുക്കുകയാണ് ലച്ചുവിൻ്റെ അടുത്തോട്ട്. ലച്ചു കൈ ചൊടിഞ്ഞു എന്ന് നോക്കാതെ ആ ഫ്ലവറിലോട്ട് അങ്ങ് ചാടി അങ്ങ് പിടിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പം തന്നെ ലച്ചുവിന് മനസ്സിലായി സംഭവം കുളവായെന്ന് മനസ്സിലായി. ലച്ചു അപ്പം തന്നെ പറയും, കേശുവേ ക്ലീൻ ബൗൾഡെന്ന് പറയുന്നുണ്ട്. അപ്പം ഭവാനിയമ്മയും മറ്റേ നമ്മുടെ അക്കായും എല്ലാം കൂടി ഓടി വന്ന് നിൽക്കാൻ നേരത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞ് ഓടിപ്പടച്ച് വന്ന് ചോദിക്കാൻ നേരത്ത് ലച്ചു ഒന്നും പറയത്തില്ല. വിളിച്ചിട്ട് പറയും, കേശുവിനോട് ചോദിക്കാൻ പറയും. അങ്ങനെ കേശുവിനെ പിടിച്ചിട്ട് എന്തൊക്കെയോ സിദ്ധു പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് എപ്പിസോഡ് തന്നെ കാണാം. എപ്പിസോഡ് നല്ല കിടിലൻ എപ്പിസോഡായിരിക്കും എന്നാണ് പ്രമോ കണ്ടിട്ട് മനസ്സിലാകുന്നത്. എന്തായാലും ലച്ചുവിൻ്റെ കോമഡിയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ലച്ചു കോമഡി ആയിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എന്തായാലും എപ്പിസോഡ് കലക്കുമെന്നാണ് തോന്നുന്നത്. എല്ലാവരും കൊള്ളാം. കേശുവും സിദ്ധുവും ഭവാനിയമ്മയും എല്ലാം നല്ല തകർത്ത് തന്നെ അഭിനയിച്ചിരിക്കുകയാണ്. എന്തായാലും എപ്പിസോഡ് കണ്ട് അഭിപ്രായം പറയാം. ഓക്കേ.